ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് വീഡിയോ കാണാൻ തുടങ്ങുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളജ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ വന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് $900 വർത്തുള്ള SATU എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുക. ഇതിൻ്റെ എല്ലാ സ്റ്റെപ്പും ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സ്റ്റെപ്പും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ പ്രൊജക്റ്റിൻ്റെ ഹോൾ ആയിട്ടുള്ളൊരു വർത്തായിട്ട് എന്തൊക്കെയാണ് ഇതിലുള്ളത്, എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഉള്ളത്, ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ടീം മെമ്പേഴ്സൊക്കെ കയറ്റി ഒരുപാട് ഇൻകം ജനറേറ്റ് ചെയ്യാം. നമുക്കൊരു മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെനിഫിറ്റ് ഉള്ള ഒരു ആപ്പ് ഇല്ലെങ്കിൽ ഒരു കമ്പനി എന്നുള്ള രീതിയിൽ തന്നെ നമുക്കിത് കാണാൻ പറ്റും എന്നുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും ഞാൻ പറയുന്നത്. അതോടൊപ്പം ഇതിൽ എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം, അതേപോലെ തന്നെ ഇതിൽ എങ്ങനെ ഈ ടോക്കൺ നമുക്ക് കിട്ടും, ഇത് എപ്പോൾ ലിസ്റ്റ് ആവും, ഇതിൻ്റെ ടോക്കണോമിക്സ് എന്താണ്, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ പ്രൊജക്റ്റിനെ പറ്റി നിങ്ങൾക്ക് ഒരു കൂടുതൽ കാര്യങ്ങളും വേറെ എവിടെ നിന്ന് റിസർച്ച് ചെയ്തിട്ട് നോക്കേണ്ട ഒരു ആവശ്യം വരില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ക്വാണ്ടം വാലറ്റ് മിഷൻ എന്ന് പറഞ്ഞിട്ട് ടു ക്രിയേറ്റ് എ ബ്രാൻഡ് ന്യൂ പ്ലാറ്റ്ഫോം ദാറ്റ് ഇൻറ്റഗ്രേറ്റ് ഡിജിറ്റൽ അസറ്റ് മാനേജ്മെൻറ്റ്, പേയ്മെൻറ്റ് ആൻഡ് സ്മാർട്ട് ഫിനാൻഷ്യൽ പ്ലാനിംഗ്, ഫോസ്റ്ററിംഗ് ദ ഡീപ്പ് ഇൻറ്റഗ്രേഷൻ ഓഫ് ക്രിപ്റ്റോ കറൻസി വിത്ത് ദ ട്രഡീഷണൽ എക്കണോമി ആൻഡ് ജോയിൻ എൻഷൂർ എ ന്യൂ എറ ഇൻ ഫിനാൻസ്. അപ്പോൾ മേജറായിട്ട് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ആൾറെഡി നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് എടുത്തോ, മെറ്റാമാസ്ക് എടുത്തോ, അങ്ങനെയുള്ള എല്ലാ വാലറ്റ് പോലെ തന്നെ ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ട് സാധാരണ ഒരു വാലറ്റിൽ നിന്നും ഇതിൽ ട്രേഡിംഗ് ഓപ്ഷനും അതേപോലെ തന്നെ നമുക്ക് ഈ ഇൻകം ഉണ്ടാക്കാവുന്ന മെക്കാനിസവും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആപ്പ് ഇല്ലെങ്കിൽ ഒരു വാലറ്റാണ് നമ്മുടെ ക്വാണ്ടം വാലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെറും ഒരു വാലറ്റ് മാത്രമാണോ? നമുക്ക് അങ്ങനെയല്ല. നമുക്ക് സ്റ്റേക്ക് ചെയ്ത് നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ ഒരു എയർ ഡ്രോപ്പ് തരുന്നുണ്ട്, ഇവർക്ക് ഓണായിട്ട് ഒരു ടോക്കൺ കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിവിടെ മേജറായിട്ട് 2 ആൾക്കാർക്ക് ഇതിവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് ഐഫോണുള്ള ആൾക്കാർക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അതേപോലെ തന്നെ APK അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഉള്ള ആൾക്കാർക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. ഗെറ്റിംഗ് ഗൂഗിൾ പേ അതേപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവർക്ക് ഫ്യൂച്ചറിലാണ് അവർ വരുന്നുള്ളൂ. അപ്പോൾ ഏർലി സ്റ്റേജാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്നു ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ ഒരു മേജറായിട്ട് അവരുടെ ടീം മെമ്പേഴ്സിൻ്റെ ഒരു വീഡിയോ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ആ പേജിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ചെക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണും. ഇതിൽ കയറാനുള്ള ലിങ്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് തരാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഗൂഗിളിൽ തന്നെ ഓപ്പൺ ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ആപ്പ് സ്റ്റോർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാൻ നോക്കുക. ടെലിഗ്രാമിലൊന്നും ഓപ്പൺ ചെയ്യരുത്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴൊക്കെ പല ബുദ്ധിമുട്ടുകൾ മേ ബി നമ്മുടെ ഈ ടെലിഗ്രാമിൽ നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ക്വാണ്ടം വാലറ്റ് ഈസ് എ ഗ്ലോബലി അക്സസിബിൾ ഡിജിറ്റൽ അസറ്റ് സ്റ്റോറേജ് പ്ലാറ്റ്ഫോം ഡെഡിക്കേറ്റ് ടു പ്രൊവൈഡ് യൂസർ വിത്ത് സെക്യൂർ ആൻഡ് കൺവീനിയൻറ്റ് മാനേജ്മെന്റ് ടു എൻഗ്രേറ്റ് ഡിജിറ്റൽ അസറ്റ്. ദ പ്ലാറ്റ്ഫോം സപ്പോർട്ട് മൾട്ടിപ്പിൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോരോ നെറ്റ്വർക്കൊക്കെ എന്താണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ TRX വന്നിട്ടുണ്ട്, BNB വന്നിട്ടുണ്ട്. ഞാൻ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഫ്യൂച്ചറിൽ ഇല്ലെങ്കിൽ ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ മേജറായിട്ട് ഇവിടെ നോക്കാനുള്ള ഈ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവരിൻ്റെ കുറച്ച് 4-5 സ്ട്രാറ്റജികളാണ്. അപ്പോൾ ഫസ്റ്റ് സ്ട്രാറ്റജികൾ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ട്രേഡിംഗ് ബോർഡ്സ് ആൻഡ് ബിഗ് ഡാറ്റ അനലൈസിസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ തന്നെ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമും അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചറിൽ കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ റിയൽ ടൈം ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫ്ലെക്സിബിൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് മാറ്റാനും സ്വാപ്പ് ചെയ്യാനും അതേപോലെ തന്നെ സെല് ചെയ്യാനും ബൈ ചെയ്യാനും അങ്ങനെയുള്ള ഓപ്ഷൻ വിത്തിൻ സെക്കൻഡ് കൊണ്ട് തന്നെ അവരുടെ ബ്ലോക്ക് ചെയിനിൽ അവർ എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ അങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് അവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഹൗ ATC സ്മാർട്ട് ക്വാണ്ടിഫിക്കേഷൻ വർക്ക് എന്ന് പറഞ്ഞിട്ട് എ ക്വാണ്ടം വാലറ്റ് പർപ്പസ് എ ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ അൽഗോരിതം പൂൾ ടു ബിൽഡ് എ സ്മാർട്ട് ക്വാണ്ടിഫിക്കേഷൻ എക്കോളജിക്കൽ കമ്മ്യൂണിറ്റി. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടം എന്ന് പറയുമ്പോൾ എന്താണ്, ക്വാണ്ടം തിയറി എന്നൊക്കെ നിങ്ങൾ കൂടുതൽ ആൾക്കാരും പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. കോർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോർ ആദ്യം തന്നെ ആൾറെഡി തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ഇങ്ങനെയുള്ള വാലറ്റുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവർ ഈ ഒരു പേര് വെക്കലും അതേപോലെ തന്നെ ഇത്രത്തോളം സ്ട്രാറ്റജി കൊണ്ടുവരുമ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആവാം, ഇല്ലെങ്കിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ടാവാം, ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവാം എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവൻ്റെ റോഡ് മാപ്പ് നമുക്ക് അവൻ്റെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഈ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊരു 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു മെമ്പർ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒപ്പം വളരുകയാണ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓരോ സ്ട്രാറ്റജികളും നിങ്ങൾക്ക് തന്നെ കാണാം. ഇപ്പോൾ താഴെ വന്നിട്ട് നമുക്ക് ഒരു പ്രൊജക്റ്റിനെ പറയുമ്പോൾ ഒരുപാട് നെഗറ്റീവ് വരും, ഒരുപാട് പോസിറ്റീവ് വരും. ഞാൻ എന്താണ് പറയുന്നത്, നിങ്ങൾ തന്നെ ഒന്ന് കയറി നോക്കുക. നിങ്ങളോട് ഇതിൽ ഒരുപാട് പൈസ ഇടണമെന്ന് ഞാൻ പറയുന്നുണ്ടോ? ഈ പ്രൊജക്റ്റിൽ കയറിയിട്ട് ജെന്യൂൻ ആണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തോന്നും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രാറ്റജികൾ അത്രത്തോളം നല്ലതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ആൾറെഡി തന്നെ നമ്മുടെ ചാനലിൽ കുറേ ആൾക്കാർ കയറിയിട്ടുണ്ട്, ഞാൻ കയറിയിട്ടില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ പുതിയതായിട്ട് കയറാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഈ ഒരു കോഡ് കിട്ടാനും അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ കിടക്കുന്നുണ്ട്. ഈ ഒരു ക്യാഷൊക്കെ
എപ്പോഴാണ് കിട്ടുക എന്നുള്ളൊരു കാര്യമൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ ഒരു ഈ വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് 2035 വരെയാണ് അവരുടെ ഈ ഒരു പൊട്ടൻഷ്യലും ഇല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജികളും എല്ലാം പറയുന്നത്. ആ 2035ഓടെ നമുക്കിതൊരു വലിയ മാർക്കറ്റ് ഇല്ലെങ്കിൽ വലിയൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു വലിയ കമ്പനിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആൾറെഡി തന്നെ നമുക്ക് ഈ ഒരു ATU എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൻ്റെ ടോക്കണോമിക്സ് നമുക്ക് അവൈലബിൾ ആണ്. എത്രത്തോളമാണ് എയർ ഡ്രോപ്പ് ആയിട്ട്, അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന SATU എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ആയിരിക്കും നമുക്ക് റിവാർഡായിട്ട് കൺവേർട്ട് ആയിട്ട് ATU എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ആയിട്ട് മാറുക. അപ്പോൾ ആ ഒരു ATU ടോക്കൺ എത്രത്തോളമാണ് കമ്മ്യൂണിറ്റിക്ക് എയർ ഡ്രോപ്പ് തരാൻ പോകുന്നതെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ 60% ഓഫ് അലോക്കേറ്റഡ് ഫോർ എയർ ഡ്രോപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കി 40%ഉം ഇവർ തന്നെ കുറച്ച് അവരുടെ കമ്പനി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മേ ബി ഇതിന് നല്ല രീതിയിൽ തന്നെ ഒരു ലിക്വിഡിറ്റി യൂട്ടിലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ആൾറെഡി തന്നെ ആപ്പിലൊക്കെ ഒരുപാട് ആപ്പിലൊക്കെ നിങ്ങൾ എയർ ഡ്രോപ്പ് വഴിയൊക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു വർത്തായിട്ടുള്ള പ്രൊജക്റ്റ് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ലാത്ത കാരണം നമ്മൾ ഒരു APK ആയിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ APK ആയിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ മേ ബി നിങ്ങൾക്ക് ഇത് ഹാംഫുൾ ആണ് എന്നുള്ളൊരു ഓപ്ഷൻ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാം. എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന കാരണമാണ്, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാത്ത കാരണമാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ഡൗൺലോഡ് എനിവേ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിലൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിയേറ്റ് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ളൊരു നമ്മുടെ ഒരു പാസ്വേഡ് പിൻ കോഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് സെറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇതൊക്കെ എന്ത് ചെയ്യുക നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ടേംസ് ആൻഡ് കണ്ടീഷനാണ്. എന്നിട്ട് നമുക്ക് ഏതൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് കീ ഫ്രേസസ് നമുക്ക് കിട്ടും. ഈ കീ ഫ്രേസസ് നിങ്ങൾ എവിടെയും മറക്കാതെ തന്നെ സേവ് ചെയ്ത് വെക്കുക. ഫ്യൂച്ചറിലൊക്കെ ഇതിന്ന് പൈസ കിട്ടണം, ഇല്ലെങ്കിൽ ഒരു ആപ്പൊക്കെ അൺഇൻസ്റ്റാൾ ആയി പോയി കഴിഞ്ഞു, നിങ്ങളുടെ ഫോണിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഒക്കെ പറ്റി എന്നുള്ളതാണെങ്കിൽ നമുക്ക് ഈ കീ ഫ്രേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വാലറ്റ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ വാലറ്റ് ഞാൻ അതിൽ ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കീ ഫ്രേസ് നിങ്ങൾ എന്ത് ചെയ്യണം, എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കണം എന്ന് ഞാൻ റിമൈൻഡർ ആയിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വാലറ്റ് കിട്ടി. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ നമുക്ക് ഈ ഒരു SATU ടോക്കൺ റിവാർഡായിട്ട് കിട്ടുക എന്നുള്ള ഓപ്ഷനാണ് ഞാൻ അടുത്ത് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ നേരെ ഇവിടെ മീ സെഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഷെയർ വിത്ത് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്നുണ്ടാവും. നേരെ തന്നെ നിങ്ങളുടെ കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ കോഡ് ഇത് ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, ഇല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ഞാൻ കൊടുക്കാം. അപ്പോൾ അതിൽ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും, എൻ്റെ ഇതിൻ്റെ ഒരു കോഡ് കിട്ടുന്നതാണ്. അപ്പോൾ കോഡ് എത്രയാണെന്ന് പറഞ്ഞാൽ BG8DUC എന്ന് പറഞ്ഞിട്ടുള്ള കോഡാണ്. നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം, നേരെ കോപ്പി ചെയ്യുക, നേരെ ബാക്കിലേക്ക് വരിക, ഈ ആപ്പിലേക്ക് വരിക, ഇവിടെ കൊണ്ടുവന്നിട്ട് അത് പേസ്റ്റ് ചെയ്യുക. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും, നമുക്ക് ഈ ഇത്രത്തോളം 900 വർത്തുള്ള SATU ടോക്കൺസ് നമുക്ക് ഇവിടെ നിന്ന് സക്സസ് ആയിട്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ വാലറ്റ് വന്നിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 900 വർത്തുള്ള ടോക്കൺ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ കോഡ് ജനറേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കോഡ് എവിടെയാണ് നിങ്ങൾക്ക് കിട്ടുക, ഡയറക്റ്റ് ആയിട്ടും ഈ സെഷനിലേക്ക് വരിക, ഇവിടെ ഷെയർ വിത്ത് മൈ ഫ്രണ്ട്സ് നോക്കുക, നിങ്ങളുടെ കോഡ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിലുള്ള കോഡ് തന്നെ തീർച്ചയായിട്ടും യൂസ് ചെയ്യുക. യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത് ചെയ്യാൻ പോകുന്നതിൽ ഒരുപാട് ആൾക്കാരിനെ റെഫർ ചെയ്ത് കയറ്റുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ കയറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ മൈ ടീം സെഷനിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്ത് കാണാൻ പറ്റും, നമ്മുടെ ടീം കയറ്റിയ ആൾക്കാരും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നേരെ ബാക്കിലേക്ക് വരിക. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഇതിൽ ഫണ്ടുകൾ അയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നെറ്റ്വർക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ട്രോൺ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ BNB ആയിക്കോട്ടെ. ഈ ഒരു നെറ്റ്വർക്ക് നിങ്ങൾ മാറ്റാതെ ഇല്ലെങ്കിൽ തെറ്റിയൊക്കെ ഇതിലേക്ക് ഫണ്ട് അയച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫണ്ട് എന്താവും, ലോസ് ആയി പോകുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധയോടെ തന്നെ നോക്കുക. അതേപോലെ തന്നെ ഇതിൽ മേജറായിട്ട് വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ AT സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ATU സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ USDT അയച്ചിട്ട് $10 ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഒരു ലോക്കും ഇല്ലാതെ തന്നെ 18% ഇൻകം മന്ത്ലി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഡൗട്ടാണ് APR, അതേപോലെ തന്നെ ബ്രാക്കറ്റിൽ M എന്നിട്ടുണ്ട്. APR എന്ന് പറഞ്ഞാൽ ആനുവലി അല്ലേ ബ്രോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ബ്രാക്കറ്റിൽ മന്ത്ലി എന്ന് ഞാൻ തന്നെ ഡൗട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ അവരുടെ ചാറ്റിലൊക്കെ നമ്മൾ ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മന്ത്ലി 18%, ഡെയിലി 0.6% ആയിരിക്കും ഇതെന്ന് നമുക്ക് ഇൻട്രസ്റ്റ് പോലെ കിട്ടുന്നത്. നമുക്ക് ബാങ്കിൽ എവിടെ കൊണ്ടിട്ടാലും 8000
1000 രൂപ കിട്ടാൻ മാസം 2000 ഇല്ലെങ്കിൽ ഒരു $19 നമുക്ക് എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം റെഫർ ചെയ്ത് കയറ്റുക. പൈസ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക. ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ഇവിടെ നിന്ന് പറ്റും. ഇപ്പം നിങ്ങൾ ഇതിൽ പൈസ കൊടുത്ത് കയറി എന്ന് പറഞ്ഞാൽ എനിക്ക് കമ്മീഷൻ കിട്ടും. നിങ്ങൾ കയറ്റുന്ന ആൾക്കാർ അവർ പൈസ കൊടുത്ത് കയറുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് കമ്മീഷൻ കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഇതിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ വേറെ മെയിൻ ആയിട്ടുള്ള കാര്യം, ഇവിടെ നിന്ന് നമുക്ക് നെറ്റ്വർക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മേ ബി ഈ TRX എന്ന് പറയുന്നതിനൊക്കെ ഒരുപാട് ഫീ ആയിരിക്കും USDT-യിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഈ ഒരു വാലറ്റ് ആയിട്ട്, ഈ ഒരു ട്രോൺ വാലറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇത് ചൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഫണ്ട് അയക്കാൻ പറ്റും. അങ്ങനെ ഫണ്ട് അയക്കുക. അങ്ങനെ ആ ഒരു BEP20 നെറ്റ്വർക്കിൽ USDT ഒക്കെ അയച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് സ്റ്റേക്ക് ചെയ്യാനും ആക്കാനുള്ള ഓപ്ഷനൊക്കെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള പ്രൊജക്റ്റാണ്. തീർച്ചയായിട്ടും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഒരുപാട് ആൾക്കാരുടെ ഇതിൽ കയറ്റുക. ഒരുപാട് നിങ്ങൾ ടീം എത്രത്തോളം ബിൽഡ് ചെയ്യുന്നോ അത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് എന്താണ് ഈ ഒരു വാലറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ആൾറെഡി തന്നെ എൻ്റെ ചാനലിൽ ഞാനിട്ടുണ്ട്. അപ്പോൾ സ്മാർട്ട് അസറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് മൾട്ടി ലെവൽ ടീം റിവാർഡ് എന്താണ്, ഒരു ക്വാർട്ടർലി ഇല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ടീമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ 8%, രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നിങ്ങൾ മാറി എന്ന് പറഞ്ഞാൽ 7%, 6%, 5%, അതുപോലെ തന്നെ 4% പാർട്ട്ണർ ലെവൽ ഡിവൈഡഡ് ഫോർ ദ ലോങ് ടേം ഏണിംഗ് എന്നാണ്. അപ്പോൾ എത്രത്തോളം ആൾക്കാരെ കയറ്റുന്നോ അത്രത്തോളം ആൾക്കാരുടെ ഏണിംഗ് ഒക്കെ നിങ്ങൾക്ക് മന്ത്ലി കിട്ടുന്നതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ആപ്പിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെക്കൊണ്ട് പരമാവധി രീതിയിൽ എത്രത്തോളം ഗൈഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ഗൈഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഡൗട്ടുകളൊക്കെ മാറിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് ടെലിഗ്രാം ചാനലിൽ കയറുക. പുതിയ ഇങ്ങനെയുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ തരുന്നുണ്ട്. ഒരുപാട് ലൂട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനൽ തരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ടെലിഗ്രാം ചെയ്തിട്ട് അതും കൂടി ഒന്ന് യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരുപാട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.